ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്നതാ ഞാനിത് മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. മോമോസ് സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് മോമോസ് വീട്ടിൽ സിമ്പിളായിട്ട് നല്ല അടിപൊളി ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഇതാ അതിനു വേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതാ നല്ലോണം കുഴച്ചെടുക്കട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഇത് കുഴച്ചെടുക്കണം. ഇത് കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടോ. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് വേണ്ടി കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. ശരിക്കും മോമോസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വേവിക്കാത്ത ചിക്കൻ വെച്ചിട്ടാണ്. ഞാനിവിടെ ചിക്കൻ വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിതാ കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ അടിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് വെജീസ് എടുത്തിട്ടുണ്ട്. ഈ കാബേജ് ഫുള്ളൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒരു 1/4 ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു ഉള്ളി, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് സ്പ്രിംഗ് ഒനിയനും. ഇതെല്ലാം കൂടെ തന്നെ ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഭയങ്കര തിന്നായിരിക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിരിക്കണം ഉണ്ടാവേണ്ടി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചോപ്പറിലിട്ടിട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ അത് നമുക്കിതിൻ്റെ മോമോസിൻ്റെ ഡിപ്പ് ഉണ്ടാക്കാം. ഈ മോമോസ് കഴിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഡിപ്പ് കൂട്ടി തന്നെ കഴിക്കണം. ഈ സോസ് കൂട്ടിയിട്ട് എങ്കിലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിതരിപ്പോടെ തന്നെ നമ്മൾ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്നിത് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിതാ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം സോസൊക്കെ നല്ലോണം പതിച്ച് വരുമ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മൾ ചില്ലി ഹോട്ട് സോസ് ഇല്ലേ, ചില്ലിൻ്റെ അത് ചേർത്ത് കൊടുക്കുക. അതേപോലെ 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗർ, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കും. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം പതിച്ച് ഒന്ന് സെറ്റായി വന്ന് കിട്ടോ. കുറേയൊക്കെ വെള്ളം വറ്റിക്കഴിഞ്ഞ് ഈ ഒരു ടെക്സ്ചർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ചിക്കന് 1 വിസിലടിച്ച് ഊറ്റി ഞാൻ മാറ്റി വെച്ച് കിട്ടോ. അപ്പോൾ ചിക്കന് 1 വിസിലടിക്കണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ചിക്കന് നമ്മൾ ഓവറാക്കി കുക്ക് ചെയ്യേണ്ട. കാരണം ഇത് ശരിക്കും പച്ചക്കിച്ചില്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് സ്റ്റീം ചെയ്യുമ്പം ചിക്കനൊന്ന് അധികം വേവില്ലാണ്ടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റീം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കന് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് കുക്കായി കിട്ടും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഒരൊറ്റ വിസിലിൽ അടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഞാനിതാ ചിക്കന് ഇങ്ങനെ ചെറിയ ഭയങ്കര ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കിട്ടോ. സാധാരണ നമ്മൾ സമൂസൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിതാ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുഴുവൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ചിക്കനും വെജിറ്റബിളും തമ്മിൽ വെജിറ്റബിൾ അധികമായി പോകരുത്. ചിക്കൻ തന്നെ ആയിരിക്കണം അധികമായിട്ട് നിൽക്കേണ്ടി. എന്നാലാണ് നമുക്ക് മോമോസിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കാബേജും ക്യാരറ്റും മാത്രം അവിടെ വെച്ചിട്ട് ഒന്ന് ബാക്കിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെയും എൻ്റെ ചിക്കന് കുറച്ച് കൂടുതലായി തന്നെ ഉള്ളതിനെ കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ബാക്കി വന്ന ആ വെജിറ്റബിളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മോമോസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ അധികം ആകാൻ പാടില്ല. ചിക്കൻ തന്നെ ഒന്ന് മുന്നിട്ട് നിൽക്കണം.
ഇപ്പോൾ ഇതാ ചിക്കനും വെജിറ്റബിളും തമ്മിൽ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതാ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും 2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, സോയ സോസ് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടി പച്ചക്കറിക്ക് ആവശ്യമുള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയായി കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി ഇതാ മൈദ നമുക്ക് നല്ലോണം ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വലിയ മൈദ ഒന്നായിട്ട് പരത്തുന്നല്ലത് ഒരു കുറച്ച് വലിയ ബോൾസ് ആക്കി ഇതേപോലെ എടുത്തിട്ട് പരത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും മൂടിയോ അടുപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ റൗണ്ട് പീസസ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ നമ്മൾ പരത്തുമ്പം ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ആ ഒരു തിക്നെസ് തന്നെ പരത്തിയെടുക്കുക. അധികം നല്ലോണം തിന്നായി പോരുത്. അത് നല്ലോണം തിന്നായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ്സ് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്ന ടൈമിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു തിക്നെസ് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഒരു മുടി വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുക്കീസ് കട്ടറോ അങ്ങനെ എന്തുണ്ടെങ്കിൽ അതൊക്കെ യൂസാക്കി ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മേലെ സൈഡിലേക്ക് ബാക്കി വന്ന മൈദൻ്റെ ഡോ എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്നിപ്പോൾ ഞാനൊരു ചെറിയ പൂരി പോലത്തെ സാധനങ്ങൾ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫില്ലിങ്സ് വെച്ചെടുത്ത് ഫില്ലിങ്സൊക്കെ ഇതൊക്കെ ഒന്ന് നല്ലോണം തന്നെ ഒന്ന് കൈ കൊണ്ട് വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാനിതിൻ്റെ നമ്മൾ അടക്കൊക്കെ മടക്കൂലേ അതേപോലെ മടക്കിയെടുക്കാൻ പോകട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും നല്ലോണം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പറ്റിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നല്ലോണം പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ എടുത്തതിൻ്റെ ഒന്ന് ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് 2 സൈഡും കൂടെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പായി കിട്ടും കേട്ടോ. ഇതാണ് നമുക്ക് മോമോസിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫസ്റ്റിലെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഷേപ്പ് കേട്ടോ. ഇതും പിന്നെ നമ്മൾ ഈ ഒരു കിഴി പോലത്തെ അല്ലേ അതുമാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ആ 2 ഷേപ്പ് മാത്രമേ ഞാൻ ഇതിലിപ്പോൾ കാണിച്ചു തരുന്നുള്ളൂ. പിന്നെ ഞാനിപ്പോൾ അടുത്തത് കിഴി പോലെ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ഞെറി പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 2 കൈ വെച്ചിട്ട് ഇങ്ങനെ മടക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സൈഡെല്ലാം ഞാൻ ഇതേപോലെ തന്നെ നല്ലോണം മടക്കിയെടുത്ത് കഴിഞ്ഞ് ഒന്ന് നല്ലോണം പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക മൊമോസ് എല്ലായിടത്തും നല്ലോണം പ്രസ് ചെയ്ത് തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്കുള്ള ഈ ഒരു ഭാഗം കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുത്ത് വെച്ചാൽ നമുക്കിത് ഇതേപോലെ നല്ല ഭംഗിയുള്ള കീ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇത് ഫുള്ളും ഞാൻ ഈ 2 ഷേപ്പിൽ തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നുള്ളൂ. അങ്ങനെ ബാക്കിയെല്ലാം ഫുള്ളായിട്ടും ഞാനിതാ ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ ഫുള്ളും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുമ്പോഴും അടിയിൽ മൈദ സ്പ്രെഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പറ്റി പിടിച്ചു പോകും കേട്ടോ. എന്നിട്ട് ഒരു നമ്മൾ ആവിച്ചമ്പിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടായി വരുമ്പം അതേപോലെ ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് ഫോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് പറ്റിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് ഫോയിലോ അല്ലെങ്കിൽ ഒരു വായൻ്റെലോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓരോ മോമോസും വെച്ച് കൊടുത്തിട്ട് 15 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞേരം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ മോമോസൊക്കെ നല്ലോണം കറക്റ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ചൂട് നല്ലോണം പോയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ചിലപ്പോൾ ആദ്യം ഇവിടെ ഇങ്ങനെ പറ്റിക്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് ചൂടോടെ തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ വലിഞ്ഞ് പൊട്ടിപ്പോവും. അപ്പോൾ ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ ഇത് സ്റ്റീം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കാണ്ടും ഒന്നിനെ തട്ടിച്ചെന്നെ മാറ്റിയത് വെക്കാണ്ടും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ആകുമ്പോൾ പറ്റി പിടിക്കാണ്ട് പെട്ടെന്ന് കിട്ടും. അങ്ങനെ ഞാൻ ഇതൊരു
3 ട്രിപ്പാക്കിയിട്ട് വേവിച്ചെടുത്ത് കിട്ടാം. ഇപ്പോൾ നമ്മളെ മൊമോസൊക്കെ കറക്റ്റ് സെറ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുമല്ല നല്ല വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുള്ള ഉള്ളിൽ നല്ല അടിപൊളി ഫില്ലിങ്സുമാണ്. അപ്പോൾ ഈ ഒരു ഡിപ്പിൻ്റെ കൂടെ കഴിക്കാൻ മൊമോസ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ആകെ ഒരു മൈദ പരത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.